അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി ഡിഷും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ എല്ലാവരും വീട്ടിലധികം സാധനങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ ട്രൈ ചെയ്യാൻ പറ്റുന്ന ചോറിന് കൂട്ടാൻ പറ്റിയ കിഡിലൻ അച്ചാറിന്റെ റെസിപ്പിയാണ്. അച്ചാർ എന്ന് പറഞ്ഞാൽ കുറേ ദിവസം വെച്ചിട്ട് എടുക്കേണ്ട അച്ചാറല്ല, ഉണ്ടാക്കുന്നു അപ്പൊ തന്നെ കഴിക്കുന്നു, അങ്ങനെ ഒരു അച്ചാറാണ്. ഈ ഒരൊറ്റ അച്ചാർ മതി നമുക്ക് വയറ് നിറയെ ചോറുണ്ണാനായിട്ട്. അത്ര ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് ഇത്. ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് 1 വർഷം മുമ്പ് ഇട്ട വീഡിയോ ആണ്. അന്ന് അങ്ങനെ അധികം ആരും കണ്ടിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഇടുകയാണ്. കാരണം എല്ലാവർക്കും ഇത് ഒരുപാട് യൂസ്ഫുൾ ആവും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അച്ചാറാണ്. അപ്പൊ എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്യാൻ നോക്കുക. ചോറിന് ഇത് അടിപൊളിയാണ്. അപ്പൊ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കും പറയാം. അപ്പൊ നമുക്ക് വീഡിയോക്കകത്ത് പോവാം. അപ്പൊ അതേ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം വീട്ടിൽ സാധാരണ ഉള്ള സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ട ഒന്ന്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ കറി വെക്കുന്ന പോലെ അല്ലല്ലോ, അച്ചാർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിക്കണം. അതിനകത്തോട്ട് ഇനി നമുക്ക് കാടമുട്ട ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാടമുട്ട തന്നെ വേണമെന്നില്ല, സാധാ മുട്ടയായാലും കുഴപ്പമൊന്നുമില്ല. കാടമുട്ടയാണെങ്കിൽ നല്ലപോലെ മസാലയൊക്കെ പെരണ്ട് കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പൊ അതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കൊന്നും വേണ്ട, ചെറുതായിട്ട് അതിന്റെ തൊലി ഒന്ന് ബലം വെച്ചാൽ മതി. ഈ മുട്ട എന്ന് പറയുന്നത് എല്ലാവരുടെ ഫ്രിഡ്ജിലും ഉള്ളതായിരിക്കും. അപ്പോൾ ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല ട്രൈ ചെയ്യാനായിട്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് പറയാം. ഒരുപാട് പേര് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയാറുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതേ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്ത് മാറ്റാം. ഇനി ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കാം. ഈ കാടമുട്ട ആവുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. കുഞ്ഞു കുഞ്ഞു മുട്ടയല്ലേ, കുട്ടികൾക്ക് കൊടുത്താൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇനി നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കരിയാതെ ശ്രദ്ധിക്കണം, കരിഞ്ഞ കയ്പ്പ് ചുവ വരും. അപ്പൊ കരിയാതെ നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാൻ നോക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു വെളുത്തുള്ളി 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 2 വലിയ വെളുത്തുള്ളി മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇഞ്ചി 1 പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളി നല്ല ഇഷ്ടമാണെങ്കിൽ കുറേ എടുക്കാം, ഒരു കുഴപ്പമില്ല. ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ചെടുത്താലും മതി. അപ്പൊ ഇനി നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഫ്രൈ ചെയ്താലേ അതിന്റെ ആ ടേസ്റ്റ് ഒക്കെ ഇതിൽ ഇറങ്ങുള്ളൂ. അപ്പൊ നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചുവന്ന മുളക്, ഉണങ്ങിയ മുളക് ഉണ്ടല്ലോ, അത് 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അതേപോലെ തന്നെ പച്ചമുളക് ചേർക്കണമെന്ന് നിർബന്ധമില്ല, അതിന് പകരം ചുവന്ന മുളക് മാത്രം ചേർത്താലും മതി. ഇനി ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതേപോലെ തന്നെ ഇതിനകത്തോട്ട് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം വേണം നമ്മൾ ഇതിനകത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിനകത്തോട്ട് നമ്മൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ മുളക് പൊടി കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്, അപ്പോഴാണ് നല്ല കളർ ഉണ്ടാവുക. അപ്പൊ നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ സാധാ മുളക് ചേർത്താൽ മതി, എരിവ് നോക്കിയിട്ട് ചേർക്കുക. അപ്പൊ ഇത് ഞാൻ 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നല്ല കളർ ഉണ്ടാവും, വലിയ കുഴപ്പമില്ലാത്ത എരിവും ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിനകത്തോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇതിൽ നമ്മൾ വേറെ മല്ലിപ്പൊടി അല്ലെ അച്ചാർ പൊടി അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കരിയാതെ ശ്രദ്ധിക്കുക. നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. പൊടി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കടുകും ഉലുവയും കൂടി ഒന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും നമ്മൾ കഴിക്കുന്ന സമയത്ത്. ഇപ്പൊ നമ്മുടെ മസാല ഫുള്ള് റെഡിയായി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മുട്ട ഇനി ഇട്ടതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം, മുട്ട പൊടിഞ്ഞു പോകരുത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ കുറച്ചധികം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുവാണെങ്കിൽ നല്ലപോലെ മസാല ഉണ്ടാവും നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് കുറേ വെളുത്തുള്ളി ഇടാൻ പറഞ്ഞത്. അപ്പൊ അതേ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ കാണുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും, പക്ഷെ നമ്മൾ ഇതിനകത്തോട്ട് ഇനി വിനാഗിരി ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വിനാഗിരി ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് കഴിയുമ്പോൾ കുറച്ചങ്ങ് ലൂസാവും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് തിക്കായിട്ട് വന്നോളൂ. അപ്പൊ അതേ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം.
അപ്പോഴേക്കും ഈ മസാലയും വിനാഗിരിയൊക്കെ ചേർന്നിട്ട് നല്ലപോലെ തിക്കാവും. ഇതിനകത്തോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ചെറിയൊരു മധുരവും കൂടെ വേണം, അപ്പോഴാണ് ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ദേ ഇപ്പൊ കണ്ടില്ലേ, നല്ല തിക്കായിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. നല്ല മുട്ടയിൽ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല രസമുണ്ട് കാണാനും, കഴിക്കാനും പൊളിയാണ്. അപ്പൊ അത് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് കഴിക്കണം. അപ്പോഴാണ് ആ ശരിക്കും ആ വിനാഗിരിയും പഞ്ചസാരയും ഉപ്പും ഒക്കെ പിടിച്ച് മുട്ട ഒരു പ്രത്യേക ടേസ്റ്റായി മാറുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഉച്ചക്കൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ, നമ്മളൊരു രാവിലെയൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കഴിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം, എന്തായാലും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് മാത്രം പോലെ ഫീഡ്ബാക്കും പറയണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രം ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇതേപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.